ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്നത്തെ തലമുറയിലെ മിക്ക ആളുകളും മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ ഗെയിം കളിക്കുന്നവരായിരിക്കും. ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ് ഒക്കെ നമുക്കിപ്പോൾ മൊബൈൽ ഫോണിലും കളിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിലാണെങ്കിലും ഇനി മൊബൈൽ ഫോൺസിലാണെങ്കിലും ഇങ്ങനെ തുടർച്ചയായി ഗെയിം കളിക്കുന്നവർ ഒരു ഇമാജിനറി വേൾഡിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഗെയിം കളിക്കാം എന്നൊരവസ്ഥയാണുള്ളത്. ഈ ഒരു ഗെയിം കളിക്കുന്ന ഈ ഒരു ഹാബിറ്റ് ഒരു വർഷത്തിനിടെ വളരെയധികം കൂടി വന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. മണിക്കൂറുകളോളം മൊബൈൽ ഗെയിം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇതിനെ ഒരു രോഗമായി കാണേണ്ടി വരുന്നത്. ഇങ്ങനെ നിരന്തരമായി ഗെയിം കളിക്കുന്നത് ഒരുതരം മാനസിക രോഗമായി കണക്കാക്കും എന്നാണ് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൽ 11ാമത്തെ പദത്തിലാണ് ഈ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമായി കൂട്ടിച്ചേർത്തത്. ഈ ഒരു ഗെയിം കളിക്കുന്ന ഈ ഒരു ഹാബിറ്റ് അതൊരു രോഗമായി അല്ലെങ്കിൽ അനാരോഗ്യമായി കാണേണ്ടി വരുന്നതും അതിനുവേണ്ടി കൂടുതലായി ചികിത്സിക്കേണ്ടി വരുന്നതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതലായി നമ്മൾ ഈ ഒരു ഗെയിമിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇത് സ്വഭാവത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾക്കും കാരണമായേക്കാം. അതുപോലെ ജോലി, വിദ്യാഭ്യാസം എന്നിവയെയും ഈ ഒരു ഗെയിമിംഗ് ഹാബിറ്റ് മോശമായി ബാധിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര രോഗങ്ങളുടെ പട്ടികയിൽ മെന്റൽ അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന ഭാഗത്താണ് ഈ ഒരു ഗെയിമിംഗ് ഡിസോർഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഗുരുതരമായ മാനസിക പ്രശ്നമാണ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജപ്പാനിൽ മാത്രം 9,30,000 പേരാണ് ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. 5 വർഷത്തിനിടെ ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം ഇരട്ടിയായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അമിതമായി ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങളിലുണ്ടെങ്കിൽ അത് പതിയെ കുറച്ചു കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മി ഷോണ. ബൈ.